ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. നമ്മുടെ പുതിയ ക്രിട്ടിക്കൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് മാസത്തെ രണ്ടാമത്തെ ക്രിട്ടിക്കൽ റിവ്യൂ. ഈ ക്രിട്ടിക്കൽ റിവ്യൂവിൽ നമ്മൾ 7 ഫോട്ടോസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ ഉള്ളതുപോലെ നമുക്ക് ആക്ച്വലി ഒരു 10-12 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ചിത്രങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാത്തതുകൊണ്ട് ഇത്തവണയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാതെ ഇരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ചുള്ള ചിത്രങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയുടെ പേര് മാറ്റി നിങ്ങളുടെ പേര് ഫോട്ടോയ്ക്ക് ആക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ അയക്കരുത്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ നിയമങ്ങൾ. നമുക്ക് എന്തായാലും ക്രിട്ടിക്കൽ റിവ്യൂയിലേക്ക് കടക്കാം. ബാക്ക് ലൈറ്റ് ഫോട്ടോസ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കുറച്ച് പാടുള്ള ഒരു ടോപ്പിക്കാണ് എന്നെനിക്ക് തോന്നുന്നു. നമുക്കപ്പം ചിത്രങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ജിൻസൺ നമുക്ക് സ്ഥിരമായിട്ട് ക്രിട്ടിക്കൽ റിവ്യൂയിലെ ചിത്രങ്ങൾ അയച്ചു തരുന്ന ആളാണ്. അപ്പോൾ ജിൻസൻ്റെ ചിത്രത്തിൻ്റെ എടുത്തിരിക്കുന്നത് ലെനോവോ A7010 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഈ ക്രിട്ടിക്കൽ റിവ്യൂ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിൽ ഫയൽസ് സേവ് ചെയ്തു എഡിറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അതിനുശേഷം ഞാൻ അറിയാതെ അവ ഡിലീറ്റ് ചെയ്തു. ഞാനിപ്പോൾ അത് രണ്ടാമത് ചെയ്യുകയാണ് ക്രിട്ടിക്കൽ റിവ്യൂ. അപ്പോൾ ഞാൻ ജിൻസൻ്റെ ഫോട്ടോയിൽ കണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇവയാണ്. ഒന്നാമത് നമ്മുടെ ഹൊറൈസൺ ലെവലല്ല. നമുക്ക് ഹൊറൈസൺ ലെവലാക്കാനായിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റൻ ടൂളുണ്ട് ലൈറ്റ് റൂമിൽ. ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹൊറൈസൺ ലെവലാക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതുപോലെ ഒരു ഹൊറൈസൺ ഫോട്ടോ എടുക്കുമ്പോൾ മുൻപുള്ള വീഡിയോകളിൽ, നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കടലും കരയും തമ്മിൽ ചേരുന്ന ഒരു ഭാഗം, ആ ഭാഗത്തെയാണ് നമ്മൾ ഹൊറൈസൺ എന്ന് പറയുന്നത്. ആ ഭാഗം ഒരിക്കലും ഇത്രയും ലോ ആയിട്ടോ അല്ലെങ്കിൽ ഇത്രയും ഹൈ ആയിട്ടോ വരരുത്. അതായത് ഒരു 90% ഭാഗം കരയും 10% ആകാശവും ആകരുത്. അതുപോലെ തന്നെ 10% കരയും 90% ആകാശവും ആകരുത്. ഒരു 30:70 റേഷ്യോ വേണം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്. 7:3 റേഷ്യോ എന്ന് പറയുമ്പോൾ 3-ൽ 1 ഭാഗം കരയും അല്ലെങ്കിൽ കടലും 3-ൽ 2 ഭാഗം ആകാശവുമായിരിക്കണം. അല്ലെങ്കിൽ നേരെ തിരിഞ്ഞ് 3-ൽ 2 ഭാഗം കരയും അല്ലെങ്കിൽ കടലും 3-ൽ 1 ഭാഗം ആകാശവും. ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചിത്രങ്ങൾ കുറച്ചും കൂടെ ഭേദപ്പെടും. അപ്പോൾ ഇതാണ് ഈ ചിത്രത്തിലെ മിസ്റ്റേക്കുകൾ. പിന്നെ നമുക്ക് ചിത്രത്തിൽ ഒരു ക്രിയേറ്റീവ് ടച്ച് വളരെ കുറവാണ്. നമുക്കൊരു ആകാശമുണ്ട്, പക്ഷേ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ഫോട്ടോ ആൾക്കാർ എടുക്കാറുണ്ടോ? മീൻസ് ഇതിപ്പം ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ക്യാമറ കയ്യിലുള്ള ഒരു സാധാരണ ഒരാൾ എടുക്കുന്ന ഒരു ഷോട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാമറ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്കത് എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുക, വ്യത്യസ്തമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ആകുമ്പോൾ കുറച്ച് പാടാണ്. ഇത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അല്ല, നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോയാണ് എടുക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ഫോട്ടോയിൽ നിങ്ങൾക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഫോർഗ്രൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് നല്ലൊരു ചിത്രമാക്കി എടുക്കാൻ സാധിക്കും. നമുക്കൊരു ബാക്കിൽ ചിത്രം തന്നെയാണ്, പക്ഷേ ഒന്നും കൂടെ ട്രൈ ചെയ്യാമായിരുന്നു ജിൻസണ്. പിന്നെ ഞാൻ നമ്മുടെ ചിത്രങ്ങളിലെല്ലാം തെറ്റുകൾ മാത്രം പറയുന്നതിന് കാരണം, ഇത് ക്രിട്ടിക്കൽ റിവ്യൂ ആണ്. ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോരായ്മകൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, എനിക്കറിയാവുന്നതുപോലെ. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് ടോം ജോസഫിൻ്റെ ചിത്രം. ഞാൻ ഈ ചിത്രങ്ങളെല്ലാം ആദ്യം ഒന്ന് ഫോണിൽ കണ്ടിരുന്നു. ഈ ചിത്രത്തിൻ്റെ മെയിൻ പ്രശ്നം സബ്ജക്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. എന്തോ ഒരു സബ്ജക്റ്റിനെ പ്രകാശം കൊണ്ട് ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കോൺസെപ്റ്റാണ്, പക്ഷേ പ്രശ്നം ഇതാണ്, നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. സാംസങ് NX1000 എന്ന് പറയുന്ന ഫോണിലെടുത്ത ഒരു ചിത്രമാണ്. നമ്മുടെ ഷാഡോസ് എല്ലാം നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ. നല്ലൊരു ലൈറ്റിൻ്റെ ബീം കിട്ടിയിട്ടുണ്ട്, ബൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മെയിൻ പ്രശ്നം നമ്മുടെ സബ്ജക്റ്റ് മാത്രം എന്താണെന്നൊരു ക്ലാരിറ്റി ചിത്രത്തിനില്ല. ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫേസ് തോന്നുന്നുണ്ട്, പക്ഷേ നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് പോകാം. ചിത്രം അയച്ചത് മുഹമ്മദ് ആണ് ചിത്രം അയച്ചിരിക്കുന്നത്. മുഹമ്മദിൻ്റെ D3300 അയച്ചിരിക്കുന്ന ചിത്രം. ISO 280 170 mm ഫോക്കൽ ലെങ്ത്, ഒരു ലോങ് ലെൻസിൽ എടുത്തിരിക്കുന്ന ചിത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പർച്ചർ f5.6 നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാൻ സാധിച്ചു. പക്ഷേ ഒരു വൈഡ് ആംഗിൾ ലെൻസൊക്കെ ആണെങ്കിൽ 5.6 വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടില്ല. ഇത് ലോങ് ലെൻസ് ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കിട്ടുന്നത്. പിന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു വളരെ സേഫായിട്ടുള്ള ഷോട്ടാണ്. വളരെ നമുക്ക് അധികം ട്രൈ ചെയ്യേണ്ടാത്തൊരു ചിത്രമാണ്. നമ്മുടെ
നാട്ടിൽ എവിടെ പോയാലും ഇതൊരു കലങ്ങിൻ്റെ മേളിൽ പൂച്ചിരിക്കുന്ന ചിത്രം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബാക്ക് ലൈറ്റ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ചിത്രമാണ്. മീൻസ് നമുക്കിതുപോലൊരു നമ്മുടെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നല്ലൊരു സെപ്പറേഷൻ കിട്ടുന്നുണ്ട് ലൈറ്റ് കൊണ്ട് തന്നെ. അതുകൂടാതെ തന്നെ നല്ലൊരു ബൊക്കെയും ചിത്രത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്യുക മീൻസ് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക ചിത്രങ്ങൾ. എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചിലപ്പം യൂസ് ചെയ്തിട്ടില്ലായിരിക്കാം. എന്തായാലും ചിത്രം വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ വളരെ സേഫ് ചിത്രമാണ്. ക്രിയേറ്റിവിറ്റി കുറവുള്ള ഒരു ചിത്രമാണ്. മീൻസ് നമുക്ക് നല്ലൊരു ലെൻസ് ഉണ്ടെങ്കിൽ എന്ത് കാര്യവും ബാക്ക്ഗ്രൗണ്ട് ബ്ലറോട് കൂടി എടുക്കാൻ സാധിക്കും. നമുക്കപ്പോൾ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് അനീഷ് റാമാണ്. നല്ലൊരു ചിത്രം, നല്ലൊരു കോൺസെപ്റ്റ്. പക്ഷേ ചിത്രത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് മീൻസ് ഇച്ചിരി ഓവറായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഷോട്ടാണ്. സിയോമി മൊബൈൽ ഫോണിൽ എടുത്തിരിക്കുന്ന ഒരു ഷോട്ടാണ്. മീൻസ് ISO 125, ഫോക്കൽ ലെങ്ത് 3.81 ഒക്കെ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ചിത്രമാണ്. മൊബൈൽ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ അധികം നോക്കേണ്ട കാര്യമില്ല. മീൻസ് ഇതെല്ലാം ക്യാമറ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു കൺട്രോളുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എഡിറ്റിങ്ങിലാണ് മെയിൻ പ്രശ്നം. നമ്മൾ കളേഴ്സ് ഞാനൊരു പ്രശ്നമായിട്ട് പറയുന്നില്ല. കളേഴ്സ് ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ് ആണെങ്കിലും അത് ഓരോ ആൾക്കാരുടെയും വിഭാവനയാണ്, അല്ലെങ്കിൽ കലയാണ്. എത്രമാത്രം കളർ തൻ്റെ ചിത്രത്തിൽ വേണം എന്ന് തീരുമാനിക്കുന്നത്. ഈ ചിത്രത്തിലെ പ്രധാന പ്രശ്നം ഈ എഡ്ജ് ഷാർപ്നെസ് ആണ്. അതുപോലെ ഒരു ചെറിയ എഡ്ജ് ഗ്ലോയും ചിത്രത്തിനുണ്ട്. നമ്മളിപ്പോൾ ചിത്രം ഇച്ചിരി സൂം ഔട്ട് ചെയ്താൽ നമുക്ക് ആ എഡ്ജ് ഗ്ലോ കാണാൻ സാധിക്കും. ഇവിടെ ഒരു നമ്മുടെ മെഴുകുതിരിയുടെ സൈഡിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു പ്രകാശത്തിൻ്റെ ഗ്ലോ പോലെ ഒരു ഗ്ലോ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എഡ്ജ് ഗ്ലോ ചിത്രത്തിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഷാർപ്പനിങ് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിത്രത്തിൻ്റെ എഡ്ജ് ഷാർപ്നെസ് നോക്കിയാലും വളരെ കൂടുതലാണ്. അപ്പോൾ ചിത്രം ഭയങ്കരമായിട്ട് ഷാർപ്പൻ ചെയ്തു. ചിത്രത്തിലെ അനീഷ് റാമിൻ്റെ ചിത്രത്തിൻ്റെ മെയിൻ പ്രത്യേകത ഫ്രെയിമിംഗ് ആണ്. നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ്. നല്ലതായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആകാൻ ശ്രമിക്കുക. ചിത്രം നല്ലതല്ല എന്നല്ല പറയുന്നത്, കുറച്ചും കൂടെ വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. ഇനി അടുത്ത ചിത്രം. ഈ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് അനന്തുവാണ്. അപ്പോൾ അനന്തുവിൻ്റെ ചിത്രം ഒരു ബാക്ക് ലൈറ്റ് ചിത്രമാണ്. മഴയത്താണ് എടുത്തിരിക്കുന്ന ചിത്രം. നിക്കോൺ D5300 ക്യാമറ, ലെൻസ് 70-300 ലെൻസാണ്. അപ്പോൾ അനന്തു മീൻസ് ബ്രാഞ്ചുകളുടെ ഇടയിലൂടെ വന്നിരിക്കുന്ന മഴത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. മീൻസ് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റോ എന്തോ ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ് കിട്ടുന്നുണ്ട്, ബാക്ക് ലൈറ്റ്. അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് 1/30 ആണ്. മീൻസ് ഇതുപോലുള്ള സ്ട്രീംസ് ആയിട്ട് മഴത്തുള്ളികൾ കിട്ടാനായിട്ട് 1/30 സ്ലോ ഷട്ടറിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ക്രിയേറ്റീവ് യൂസാണ് ഷട്ടർ സ്പീഡിൻ്റെയൊക്കെ. ഓട്ടോ മോഡിലിടാതെ ശ്രദ്ധിച്ചെടുത്ത ചിത്രം. ബാക്ക് ലൈറ്റിംഗ് ഉണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ ചിത്രങ്ങളിലും കാണുന്ന ഒരു പ്രശ്നം, അതായത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു കുറവ് കാണാനുണ്ട്. അതുപോലെ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ചിത്രമാണ്. ഐഡിയ ഉണ്ട്, പക്ഷേ ആ ഒരു എക്സിക്യൂഷൻ അത്ര അങ്ങോട്ട് പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ചിത്രത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂ ഇത്ര സ്പീഡിൽ പോകുന്നതിൻ്റെ കാരണം നമുക്ക് അത്രയും എഫേർട്ടുള്ളൊരു ചിത്രം കാണാൻ വളരെ പാടാണ് ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂവിൽ. അതുപോലെ തന്നെ ഞാൻ ഈ ചിത്രങ്ങളെല്ലാം ഒന്ന് കണ്ടതാണ്. അതുകൊണ്ട് ജസ്റ്റ് തോട്ട്സ് പറഞ്ഞങ്ങ് വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അനിത എടുത്തിരിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു മോഡലിനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുക. മോഡൽ എന്ന് പറഞ്ഞാൽ എന്തുമാകാം, ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഒരു മോഡലായിട്ട് നമുക്ക് പറയാം. ട്രൈ ചെയ്തിട്ടുണ്ട് അനിത. എങ്ങനെയെങ്കിലും നല്ലൊരു ചിത്രം എടുക്കണം എന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കാം. സോണി DSC W630 ക്യാമറയാണ്. പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയാണ്. ISO 800 നൈറ്റ് ഷോട്ട് ആയതുകൊണ്ടായിരിക്കും ISO 800 പോയത്. ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല. ഇത് ക്യാമറ തന്നെ സെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. എക്സ്പോഷർ 1.0 സെക്കൻഡാണ്. ചിലപ്പോൾ ആ ഒരു എക്സ്പോഷറിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു ലൈറ്റിനുള്ളിൽ ഇങ്ങനൊരു സ്ട്രീം പോലുള്ള ഒരു എഫക്റ്റ് കിട്ടിയത്. അത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ വളരെ നല്ല കാര്യം. ആക്സിഡൻറ്റിൽ കിട്ടിയതാണോ എന്നും അറിയില്ല. എന്തായാലും ചിത്രം നന്നായിട്ടുണ്ട്. പുറകിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റ് നമ്മുടെ കാറിൻ്റെ വെട്ടമല്ല, പക്ഷേ എന്തോ ഒന്നെങ്കിൽ ഫ്ലാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ലൈറ്റ് സോഴ്സ് പുറകിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയും അനിതയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു.
നമ്മുടെ അവസാന ചിത്രം എടുത്തിരിക്കുന്നത് ജിജോ പി ജോർജ് ആണ്. ജിജോ ജസ്റ്റ് ഒരു സ്നാപ്ഷോട്ട് മാത്രമാണ് അയച്ചിരിക്കുന്നത്. നമുക്കൊരു ഫോട്ടോഗ്രാഫ് എന്ന് ഞാൻ പറയാറില്ല. ഫോട്ടോഗ്രാഫും സ്നാപ്ഷോട്ടും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എഫോർട്ടൊക്കെ ഇട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞാൽ യാതൊരു എഫോർട്ടും ഇടാതെ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു മൊബൈലിൽ പൊക്കി ഒരു ക്ലിക്ക് ചെയ്തു, അങ്ങനത്തെ ഒരു ഷോട്ടാണിത്. മീൻസ് നല്ല ഫോട്ടോസ് നമുക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യത്തില്ലായിരുന്നു നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൽ. ഇത്ര ഹാർഷായിട്ട് പറയുന്നതിന് സോറി, പക്ഷേ ഇത് ക്രിട്ടിക് റിവ്യൂ ആണ്. നമ്മൾ ഫോട്ടോസ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു സ്കൂളിലാണെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്ന വ്യക്തി നിങ്ങളുടെ പെർഫോമൻസ് മോശമായിട്ട് കാണുമ്പോൾ ആ ഒരു നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ഇത് തോന്നും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും ഇവർ ചിലപ്പോൾ അത് കാണാതെ ആയിരിക്കാം ചെയ്തിട്ടുള്ളത്. എന്തായാലും കുറച്ചും കൂടെ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഇൻവോൾവ് ചെയ്യുക. ഇൻവോൾവ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കുക. ഞാൻ ജിജോയെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താനല്ല ഈ കമൻസ് പറയുന്നത്. കുറച്ചും കൂടെ ട്രൈ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും, അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ വീഡിയോഗ്രാഫി പുറത്ത് ചെയ്യാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. പക്ഷേ അത് സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മീൻസ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പ്രശ്നമില്ല. ക്യാമറ ബാഗിൽ നിന്ന് കയ്യിലെടുക്കുന്നത് വരെയുള്ളൊരു പ്രശ്നമുണ്ട്. ചില ആൾക്കാർക്ക് ത്രൂ ഔട്ട് ഈ ഒരു പേടിയുണ്ട്. മീൻസ് ഫോട്ടോ എടുക്കാനായിട്ട് ബാക്കിയുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഒരു 80% ആൾക്കാർക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു പ്രശ്നമാണെങ്കിൽ ആദ്യം ജിജോ ചെയ്യേണ്ടത് പേടിയെ ഓവർകം ചെയ്യുക, ചെറിയൊരു എക്സസൈസ് ചെയ്യുക. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു 5 ഫോട്ടോ എടുക്കുക. 5 ഫോട്ടോ എന്ന് പറഞ്ഞാൽ ടൈം എടുത്തൊരു 5 ഫോട്ടോ എടുക്കുക. ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് പോയാൽ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പോർട്സ് ഈവൻറ്റ്സ് നടക്കുന്നിടത്ത് പോയി നമ്മൾ ഫോട്ടോ എടുത്താലും നമ്മളെ ശ്രദ്ധിക്കത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാതെ ഒരു നോർമൽ സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരു 5 ഫോട്ടോ ആൾക്കാർ കാണുക, എടുക്കുക. പേടി മനസ്സിലുണ്ടെങ്കിലും അങ്ങനെ എടുത്തു കഴിയുമ്പോൾ മാത്രം നിങ്ങളുടെ പേടി മാറത്തുള്ളൂ, പേടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഫോട്ടോ വളരെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്നാമത് കോമ്പോസിഷൻ വളരെ മോശമാണ്. മീൻസ് ഇത് സെൻറ്ററിൽ നമുക്കൊരിക്കലും അപ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ക്രിട്ടിക് റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനൊക്കെ പോയാൽ അതിന് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയാണ് നമ്മൾ ക്രിട്ടിക് റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് സെൻറ്ററിൽ വരുന്നതിന് പ്രശ്നമില്ല, പക്ഷേ അതൊരു ക്രിയേറ്റീവ് രീതിയിലായിരിക്കാം. നമ്മുടെ മുൻപിലുള്ള വീഡിയോകളിലൊക്കെ റൂൾ ഓഫ് തേർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്രിയേറ്റീവ് രീതിയിൽ സെൻറ്ററിൽ നമ്മൾ സബ്ജക്റ്റിനെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്ന റൂള് കീപ്പ് ചെയ്തുകൊണ്ട് സബ്ജക്റ്റിനെ ക്രമീകരിക്കുക. പിന്നീട് ഹൈലൈറ്റ്സും ഷാഡോസും ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുള്ളൊരു ചിത്രമാണ്. നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഹിസ്റ്റോഗ്രാം എടുത്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ലൈറ്റ് റൂമിൽ ഡെവലപ്പ് മൊഡ്യൂളിൽ പോയി ഹിസ്റ്റോഗ്രാമിൽ ഇങ്ങനെയൊന്ന് മൗസ് ഒന്ന് വെച്ചാൽ കാണാം. ബ്ലാക്ക്സ്, ഷാഡോസ്, എക്സ്പോഷർ, ഹൈലൈറ്റ്സ്, വൈറ്റ്സ് എന്നും പറഞ്ഞ് ഇതിൻ്റെ താഴെ ചേഞ്ച് ചെയ്യുന്നത് കാണാം. നമ്മളിവിടെ വെച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ മുകളിൽ ഇതുപോലെ 2 പോയിൻ്ററുകളുണ്ട്. ഒരു പോയിൻ്ററിൻ്റെ മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്താൽ ഷോ ഹൈലൈറ്റ് ക്ലിപ്പിംഗ് എന്ന് കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ പോയിൻ്ററിന് മുകളിൽ കൊടുത്താൽ ഷോ ഷാഡോ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ നമുക്ക് ഷോ ഹൈലൈറ്റ് ക്ലിപ്പിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. അങ്ങനെ വെക്കുമ്പോൾ ആ പോയിൻ്റർ പ്രസ്സായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ചിത്രത്തിൽ ഒരു റെഡ് കളർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് കളർ കാണുന്ന ഏരിയയിലെന്നും യാതൊരു വിധമായ ഡീറ്റെയിലും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മീൻസ് നിങ്ങൾക്ക് ഒത്തിരി ഡാറ്റ ലോസ് ആയിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. നമ്മളതൊന്നും ശ്രദ്ധിക്കാത്തതൊരു പ്രശ്നമാണ്. മൊബൈൽ ഫോട്ടോയിൽ എടുത്താലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളത്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വൈകുന്നേരമായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ടുള്ള ലൈറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വേറൊരു ഷോട്ടിന് വേണ്ടി ശ്രമിക്കുക. നമുക്കിനി ഹൈലൈറ്റ്സ് വിട്ടേച്ച് ഷാഡോസിലേക്ക് വരാം. ഷാഡോസിൽ വന്നാലും നമ്മുടെ ഇത്രയും ഏരിയ ഡാറ്റ യാതൊന്നുമില്ല. ഹൈലൈറ്റ്സ് ഏരിയയിലും നമുക്കിപ്പോൾ രണ്ടും പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാനിപ്പോൾ രണ്ടും പ്രസ് ചെയ്തു. ഏകദേശം ചിത്രത്തിൻ്റെ ഒരു 35-40% ഏരിയയിൽ യാതൊരു വിധമായ ഡാറ്റയും ഇല്ല. ഹൈലൈറ്റ്സും ഷാഡോസും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. കഴിവതും എക്സ്പോഷർ കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാൻ സാധിച്ചത് നമ്മുടെ 7 ചിത്രങ്ങളിലൂടെ. പിന്നെ നമ്മളിങ്ങനെ ഒരു ക്രിട്ടിക് റിവ്യൂ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ മീൻസ് ഒത്തിരി മിസ്റ്റേക്കുകളുള്ള ഫോട്ടോ നമുക്ക് കിട്ടുമ്പോഴുള്ള ഗുണം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂവിൽ ഇന്നയാളുടെ ഫോട്ടോയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്.
അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂ ഇവിടെ സമാപിക്കുകയാണ്. നോർമലി നമ്മൾ എല്ലാ ക്രിട്ടിക് റിവ്യൂ കഴിയുമ്പോഴും ഓരോ ആൾക്കാരുടെ ഫോട്ടോ ഇതാണ് മികച്ചതെന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ക്രിട്ടിക് റിവ്യൂവിൽ ഞാനങ്ങനെ പറയുന്നില്ല. പറയണമെങ്കിൽ ഞാൻ പറയുന്നത് മുഹമ്മദിൻ്റെ ചിത്രമായിരിക്കും. പക്ഷേ മുഹമ്മദ് മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു 100% കൊടുത്തിട്ടില്ല ചിത്രത്തിൽ. മീൻസ് ഇത് നമ്മൾക്ക് വീട്ടിനുള്ളിലിരുന്ന് നല്ലൊരു സൂം ലെൻസ് ഉണ്ടെങ്കിൽ വീട്ടിന് പുറത്തോട്ട് പോലും ഇറങ്ങേണ്ട ആവശ്യമില്ല, അകത്ത് നിന്ന് എടുക്കാവുന്ന ഒരു ചിത്രമാണ്. ബാക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ സബ്ജക്റ്റുമായിട്ട് മാച്ച് ചെയ്യുകയും ചെയ്യും. ചെറുതായിട്ടൊന്ന് എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് മുഹമ്മദിൻ്റെ ചിത്രം ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഒരു റേഡിയൽ ഫിൽട്ടർ കൊടുക്കുന്നു ചിത്രത്തിന്. ഇതിലെൻ്റെ ഉദ്ദേശം ചിത്രത്തിലൊരു വിഗ്നെറ്റ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനപ്പോൾ എക്സ്പോഷർ കുറച്ച് കുറയ്ക്കുന്നു. എക്സ്പോഷർ കുറയ്ക്കുമ്പോൾ ചിത്രത്തിനുള്ളിലാണ് ഈ വിഗ്നെറ്റ് മീൻസ് നമ്മുടെ എക്സ്പോഷർ കുറഞ്ഞത്. അത് തിരിക്കാനായിട്ട് നമ്മുടെ ഇൻവേർട്ടർ മാസ്ക് അൺടിക്ക് ചെയ്യുക. അപ്പോൾ പുറത്ത് വിഗ്നെറ്റ് വരും, ചിത്രത്തിന് പുറത്ത്. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഈ ചെറിയ ഫോട്ടോയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മൾ എത്രമാത്രം ക്ലിയറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇനി രണ്ടാമത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോഴും ഡ്യൂപ്ലിക്കേറ്റിലും പുറം ഭാഗത്താണ് എക്സ്പോഷർ വന്നിരിക്കുന്നത്. ഞാനത് ഇൻവേർട്ട് മാസ്ക് ടിക്ക് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവന്നു. ഇനി ചെയ്യുന്നത് അകത്തെ നമ്മുടെ റേഡിയൽ ഫിൽറ്ററിൻ്റെ അകംഭാഗത്ത് കുറച്ച് ലൈറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്തത് ആദ്യത്തെ റേഡിയൽ ഫിൽറ്റർ കൊണ്ട് എക്സ്പോഷർ കുറച്ചു നമ്മുടെ പുറം ഭാഗത്ത്, പുറമേയുള്ള റേഡിയൽ ഫിൽറ്റർ കൊണ്ട് അകത്തുള്ള എക്സ്പോഷർ കൂട്ടി. അപ്പോൾ നമുക്ക് സെൻറ്റർ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഭാഗം കുറച്ചും കൂടെ ബ്രൈറ്റായി, ബാക്കി ഏരിയ കുറച്ചും കൂടെ ഡാർക്കായിട്ടും കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ഏരിയയിൽ ചെറിയൊരു ഓറഞ്ച് ടിൻറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് വരുത്തിയത്. ജസ്റ്റ് 3 മാറ്റങ്ങൾ. 3 മാറ്റങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് ചിത്രത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം കാണാം. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. എനിക്കൊന്ന് കോൺട്രാസ്റ്റും കൂടെ ഇൻക്രീസ് ചെയ്താലും നല്ലൊരു ചിത്രമാകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 2 ചിത്രങ്ങളും തമ്മിൽ വന്നിരിക്കുന്ന വ്യത്യാസം കാണാം. ഇതിലെ മെയിൻ പ്രശ്നം നമ്മൾ ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചെറിയൊരു മീൻസ് ഇത്രയും ചെറിയൊരു 5 മിനിറ്റ് നേരത്തെ എഡിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു മാറ്റം ചിത്രത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. മീൻസ് ആ ഒരു ടോട്ടൽ ഫീലിലുള്ള മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. എന്നിരുന്നാലും നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഒരു വിന്നറിനെ ഇപ്രാവശ്യം നമ്മൾ പ്രഖ്യാപിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ക്രിട്ടിക് റിവ്യൂവിൽ എല്ലാവരും കുറച്ചും കൂടെ നന്നായിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ ക്രിട്ടിക് റിവ്യൂ കാണുമ്പോൾ മീൻസ് ഇത്രയും ക്രിട്ടിക്കലി പറയുമ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ പേടി കൊണ്ടോ ഭയം കൊണ്ടോ ചിത്രങ്ങൾ അയക്കാതിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ പറയുന്നത്. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ സ്ഥിരമായിട്ടൊക്കെ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരുമായിട്ടുള്ള റിലേഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഇന്നയാളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളിപ്പം ഡയറക്റ്റ്ലി ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻ ഇല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും അങ്ങനൊരു ഫീൽ നമ്മുടെ മനസ്സിൽ വരും. മീൻസ് നമ്മൾ കമൻറ്റ് സെക്ഷനിലൊക്കെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിട്ടിക് റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്രിട്ടിക് റിവ്യൂവിലുള്ള ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ട്രാവൽ വീഡിയോയോ അല്ലെങ്കിൽ ഗിംബാൾ വീഡിയോ ആണെങ്കിൽ കാണില്ല. ഇതുപോലുള്ള ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോകളിൽ അല്ലെങ്കിൽ ക്യാമറ റിലേറ്റഡ് വീഡിയോകളിൽ കാണുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.